ഹലോ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഡെസിമൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ പഠിച്ചിട്ടുള്ളത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഹരണം, അതായത് ഡിവിഷനാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുക? അതിനു മുന്നേ ഞാൻ ഇങ്ങോട്ടൊരു കാര്യം ചെയ്യിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ റിബൺ ഉണ്ട്. ആ റിബണിൻ്റെ നീളം 12 മീറ്ററാണ്. അപ്പം ഇതാണ് ആ റിബൺ വിചാരിക്കുക. ഞാനിവിടെ റിബൺ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊരു റിബണാണ്. ഓക്കെ, ഈ റിബണിൻ്റെ നീളം എന്ന് പറയുന്നത് 12 മീറ്ററാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ റിബണിനെ ഇനി നമ്മൾ വീതിച്ച് കൊടുക്കണം. എത്ര ആൾക്ക്? 4 പേർക്ക് വീതിച്ച് കൊടുക്കണം. അങ്ങനെ ഈ റിബണിനെ 4 പേർക്ക് വീതിച്ച് കൊടുക്കുമ്പോൾ ഇത് 4 പീസാവൂലേ? ഒന്നിവിടെ പീസാവും, ഇവിടെയും ഇവിടെയും. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടുക? അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? 12 ഹരിക്കണം 4 എന്ന് ചെയ്യും അല്ലേ? 12 ഹരിക്കണം 4 എന്ന് ചെയ്യും. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഒരാൾക്ക് 3 മീറ്ററാണ് ഉണ്ടാവുകയെന്ന് അല്ലേ? ഇനി നമ്മുടെ ഈ റിബണിൻ്റെ നീളം 12 അല്ലേ? പക്ഷേ ഈ റിബണിൻ്റെ നീളം നമ്മൾ 13 വിചാരിക്കുക. 13 അതെങ്ങനെ 4 പേർക്ക് വീതിച്ച് കൊടുക്കാം? അപ്പം നമ്മൾ എന്താ ചെയ്യുക? 13 ഹരിക്കണം 4 എന്ന് ചെയ്യും. പക്ഷേ നമുക്ക് 13 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമുക്ക് 12 4 കൊണ്ട് ഹരിക്കാൻ പറ്റാം. അപ്പം നമുക്കറിയാം 13 എന്ന് പറഞ്ഞാൽ 12 + 1 അല്ലേ? ഇതിനെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. അതായത് 12ഉം 1ഉം കൂടെ കൂടിയതല്ലേ 13. അപ്പോൾ നമ്മൾ ഈ 12നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. 1നെ 4 ഭാഗം, ബാക്കിയുള്ള ഈ 1 സെൻറ്റിമീറ്റർ 1 മീറ്ററിനെ 4 ഭാഗങ്ങളാക്കുമ്പോൾ നമുക്ക് 1 ഹരിക്കണം 4 എത്രയാണ്? നമുക്കറിയാം 0.25, അതായത് 25 ആണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3.25 ആയിരിക്കും 13 മീറ്റർ ആണെങ്കിൽ ഒരാൾക്ക് കിട്ടുക. അതായത് ഒരു ഭാഗത്തിൻ്റെ നീളം 3.25 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് നേരിട്ട് ഹരിച്ചിട്ട് പഠിക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ? എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ അതിനു മുന്നേ നമ്മളിപ്പോൾ 13 ഹരിക്കണം 4 എടുത്തത്, ആ നമ്പർ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഞാൻ വേറൊരു നമ്പർ തരാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു 153നെ 2 കൊണ്ട് ഹരിക്കണം 2. ഇത് നമുക്ക് ചെയ്യണം വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ സാധാരണ ചെയ്യുന്നത് 152നെ ഇങ്ങനെ 2 കൊണ്ട് ഹരിക്കും. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഹരിക്കുക കേട്ടോ. 153നെ അല്ലേ 3നെ ഹരിക്കും. അപ്പം നമുക്ക് 1നെ ഹരിക്കാൻ പറ്റില്ല. 15 ആകുമ്പോൾ 7, 14 1 3 13 6 12. നമുക്ക് ബാക്കി റിമൈൻഡർ സിസ്റ്റം 1 കിട്ടി. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വരയൊക്കെ വരച്ചിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് നിൽക്കും. എന്നിട്ട് നമ്മൾ എന്ത് പറയും? 76ഉം ശിഷ്ടം 1 ആണ്, അതായത് റിമൈൻഡർ 1 പറയും. എന്നാൽ ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ നമുക്ക് ഇനിയും ഹരിച്ചു കൊണ്ട് പോകാൻ പറ്റും. അതെങ്ങനെയാണ് വെച്ചാൽ, നമ്മൾ ഈ 76 കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ആൻസറിലൊരു പോയിന്റ് വരുമെന്നാണ്. അപ്പോൾ ഇവിടെ പോയിന്റ് ഇടുന്നത് കൊണ്ട് നമുക്ക് എവിടെ പോയിട്ടും 0കൾ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി 10ൽ എത്ര 2 ഉണ്ട്? 5. ഓക്കെ, ഈ 0 എങ്ങനെ ഇട്ട് കൊടുത്തത്? ഈ 0 ഇട്ട് കൊടുക്കാൻ കാരണം ഇവിടെ പോയിന്റ് ഇട്ടത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ 10 0. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? 76.5 എന്ന് കിട്ടും. പക്ഷേ ഈ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ചെയ്യാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വേറെ 2 നമ്പേഴ്സ് എടുക്കണം. നമ്മൾ 24.8 ഓക്കെ 24.8 കേട്ടോ. 24.8
8നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ചെയ്യുക? എത്ര വരിക? അതെങ്ങനെ ഹരിച്ച് നോക്കറിയോ? നമ്മൾ 24.8നെ 4 കൊണ്ട് ഇങ്ങനെ ഹരിക്കാം. അപ്പോൾ നമുക്ക് 24ൽ എത്ര എണ്ണം ഉണ്ടാവും? 6. 24 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഇനി പോയിൻ്റ് അല്ലേ ഉള്ളത്, 0 ആയില്ലേ? ഇനി ഇവിടെ ഉള്ളത് പോയിൻ്റ് അല്ലേ, ആ പോയിൻ്റ് ഇവിടെ എഴുതാം. എന്നിട്ട് 8ൽ എത്ര 4 ഉണ്ട്? 2 അല്ലേ? അപ്പോൾ ഇവിടെ 8. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ 6.2 എന്നാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ആവൂല, എല്ലാ നമ്പറിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുക, ഹരിക്കാം. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതിനു മുന്നേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള ഈ 8 എന്നതുണ്ടല്ലോ, ഈ 8 എന്നത് ഈ പോയിന്റിന് ശേഷമുള്ള 8ആണ്. അതുകൊണ്ട് ഈ 8 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1/10കളുടെ വാല്യൂ ആയിരിക്കും. 1/10ൻ്റെ ഒരു വാല്യൂ ആയിരിക്കും ഈ ഒരു 8-നുണ്ടാവുക. ഇനി നമ്മൾ വേറെ 2 നമ്പേഴ്സ് ഹരിക്കുകയാണ് കേട്ടോ. നമ്മൾ നമ്പേഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 13.2. നമ്മൾ 13.2നെ 3 കൊണ്ടാണ് ഹരിക്കുന്നത് വിചാരിക്കും. അങ്ങനെ നമ്മൾ ഹരിക്കുന്ന സമയത്ത് നമുക്ക് എത്ര ആൻസർ കിട്ടാൻ നോക്കാം. 13.2നെ ഹരിക്കണം 3 ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 4 എന്ന് കിട്ടും, ഇവിടെ 12 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ അടിയിൽ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 1 എന്ന് കിട്ടും. പിന്നെ ഈ 2 ആണ് ഉണ്ടാവുക. 2നെ നമ്മൾ ഇവിടെ എഴുതി. ഈ 2നെ ഇവിടെ എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് നേരെ മുന്നേ ഒരു പോയിന്റ് ഇല്ലേ, ആ പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? അങ്ങനെ പോയിന്റ് ഇട്ട് കൊടുത്ത് നമ്മൾ 12ൽ എത്ര 3 ഉണ്ട്? 4 അല്ലേ? 4 എഴുതി, 12 എഴുതി, മൈനസ് ചെയ്ത് 0 ഒക്കെ ഇട്ട്. അതായത് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 12ൻ്റെ ഈ 2 ഉണ്ടല്ലോ, അത് 1/10കളുടെ എണ്ണാണ് അല്ലേ? അതായത് നമുക്ക് കിട്ടി ഇവിടെയുള്ള ഈ 4ഉം ഈ രണ്ടാമത്തെ 4ഉം 1/10കളുടെ ഭാഗത്താണ് ഉള്ളത്. ഓക്കെ ആയില്ലേ? ഇപ്പം എങ്ങനെയാണ് നിങ്ങൾ ഹരിക്കുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഹരിക്കുമ്പോൾ നമുക്ക് 4.4 എന്നാണ് ആൻസർ കിട്ടുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ 16.28നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് 16ൽ 4 വട്ടം പോകൂലേ? അപ്പോൾ നമുക്ക് 16 എന്ന് കിട്ടും. പിന്നെ ഉള്ളത് ഇവിടെ 0 ആയി. പിന്നെ ഉള്ളത് ഈ പോയിൻ്റാണ്, ആ പോയിൻ്റ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളത് 2 ആണ്. 2ൽ എത്ര 4 ഉണ്ട്? 0 ആണ് അല്ലേ? അപ്പം നമ്മൾ ഒറ്റ 4ഉം ഇല്ല, അപ്പോൾ 0 എന്ന് എഴുതി. പിന്നെ ഉള്ളത് നമുക്ക് 2ൽ ഒറ്റ 4ഉം ഇല്ല, അപ്പോൾ 0 എന്ന് എഴുതി. പിന്നെ 8ൽ 28ൽ എത്ര 4 ഉണ്ട് നോക്കാം നമ്മൾ. അപ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. അപ്പോൾ 7 എന്നത് 28, ഇവിടെ 0. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 2 എന്നതുണ്ടല്ലോ, ഈ 2 ഇത് പോയിന്റിന് ശേഷമുള്ള 2 അല്ലേ? അത് 1/10കളുടെ ഭാഗത്താണ്. ഇവിടെയുള്ള ഈ 8 ഇല്ലേ, അത് 1/100ൻ്റെ സൈഡിലാണ്. അതേപോലെ ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഈ 0 1/10കളുടെ ഭാഗത്തും ഈ 7 എന്ന് പറയുന്നത് 1/100ൻ്റെ ഭാഗത്തുമാണ് ഉണ്ടാവുക അല്ലേ? കാരണം എന്താ? ഇതിൻ്റെ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ആകുമ്പോൾ 1/10 ആണ്. പിന്നെ 2 നമ്പർ ആകുമ്പോൾ 1/100 ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്പറും കൂടെ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. നമ്മൾ ചെയ്യുന്നത് 25.5നെയാണ് നമ്മൾ ഹരിക്കാൻ പോകുന്നത്. 6നെ കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 22ൽ 6 ഹരിക്കാൻ കഴിയൂല. 25ൽ നമുക്ക് 4 വട്ടം ഡിവൈഡ് ചെയ്യാം അല്ലേ? 24. അപ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. ഇവിടെ 1 എന്ന് വരും. 1ൽ 1 കഴിഞ്ഞു. ഇനി ഇവിടെയുള്ള ഈ പോയിന്റ് നമ്മൾ നേരെ, ഇനി ഈ പോയിന്റ് അല്ലേ ഉള്ളത്, പോയിന്റ് നേരെ ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, പോയിന്റ് ഇവിടെ എഴുതി കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ 5നെ ഇറക്കി എഴുതും. ഈ 5 എന്ന് പറയുന്നത് 1/10 ആണ് അല്ലേ? 1/10.
ഈ 5-ൽ എത്ര 6 ഉണ്ട്? 5-ൽ നമുക്ക് 2 6 ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് 5 അല്ല 15 12 എന്ന് വരും. ഈ 12-ൽ നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 എന്ന ആൻസർ കിട്ടും അല്ലേ? ഇനി 3നെ ശരിക്കും നമുക്ക് 6 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. അപ്പം നമ്മൾ എന്താ ചെയ്യുക അറിയോ? നമ്മൾ എന്ത് ചെയ്യാലും ഇവിടെ പോയിന്റ് ഇട്ടില്ലേ? ഇവിടെ നമ്മൾ പോയിന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഹരിക്കാൻ പറ്റാത്ത സമയത്ത് ഹരിക്കാൻ കഴിയാത്ത എല്ലാ സമയത്തും ഇവിടെ 0 ഇങ്ങനെ പുതുതായിട്ട് ചേർക്കാൻ പറ്റും. ഇവിടെ മുകളിലൊരു പോയിന്റ് വന്നാൽ മാത്രമേ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ 0 കൊടുക്കാൻ പറ്റുള്ളൂ. ഇഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്പേഴ്സൊക്കെ കഴിഞ്ഞു, ശിഷ്ടം ഇങ്ങനെ വരികയാണ്, നമുക്ക് റിമൈൻഡർ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 0 ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 30 കിട്ടി. 30-ൽ എത്ര 6 ഉണ്ട്? 5 30 നമ്മൾക്ക് ഫുള്ള് ഹരിച്ചു കഴിഞ്ഞു. ഇപ്പം ഇവിടെയുള്ള ഇതുണ്ടല്ലോ, ഇതിൽ എത്ര 1/100കൾ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇത് എത്ര 1/10 ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനെ ഹരിക്കുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു.